പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. F-22, F-35, F-16 ഉൾപ്പെടെ 50 വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരിക്കുകയാണ് അമേരിക്ക എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് മിഡിൽ ഈസ്റ്റിലെ സൈനിക സാന്നിധ്യം അമേരിക്ക വർദ്ധിപ്പിച്ചതെന്ന് എടുത്തു പറയണം. ഒന്ന് രണ്ടുമല്ല, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 50-ലധികം യുദ്ധവിമാനങ്ങളാണ് US മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല, മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ വ്യക്തമാക്കുന്നത് കൂടിയാണ്. മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള യുഎസിന്റെ നാവിക വ്യോമ സേനകളെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വലിയ ചുവടുവെപ്പ് തന്നെയാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുവെന്ന് ചുരുക്കം. ലോകം ഉറ്റുനോക്കുന്ന ഇറാൻ ആണവ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ തന്നെ മറുവശത്ത് അമേരിക്ക തങ്ങളുടെ വൻ സൈനിക സന്നാഹത്തെ മേഖലയിലേക്ക് വിന്യസിച്ചുകൊണ്ട് സമ്മർദ്ദതന്ത്രം ശക്തമാക്കുകയാണ്. ചർച്ചകളുടെ മേശയിലിരിക്കുമ്പോഴും സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന യുഎസിന്റെ ഈ നീക്കം മേഖലയിലെ സമാധാന ശ്രമങ്ങളെ ഏത് രീതിയിൽ ബാധിക്കുമെന്നത് നിർണായകമാണ്. ജനീവയിൽ ആണവ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ 50 യുദ്ധവിമാനങ്ങളെ അയക്കുന്നത് ഇറാന് നൽകുന്ന കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനികമായ തിരിച്ചടിക്ക് അമേരിക്ക സജ്ജമാണെന്ന് അമേരിക്ക ഇറാനോട് പറയാതെ പറയുകയാണ്. ഒരു ചർച്ചയിൽ ഏർപ്പെടുമ്പോൾ എതിരാളിയേക്കാൾ സൈനികമായ മേൽക്കൈ ഉണ്ടെന്ന് കാണിക്കുന്നത് ചർച്ചകൾ മുൻതൂക്കം ലഭിക്കുമെന്ന് അമേരിക്ക ചിന്തിക്കുന്നുണ്ടാകണം.